കൂട്ടുകുടുംബ സംഗമം അവാർഡ് സമർപ്പണവും പുസ്തക പ്രകാശനവും നവംബർ 2-ന്. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കലാകാരന്മാരെയും നാടക പ്രവർത്തകരെയും കലാസ്വാദകരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ്മയായ കൂട്ടുകുടുംബത്തിന്റെ സപ്തവാർഷിക സംഗമത്തോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിക്കുന്നുവെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 2-ന് പയ്യന്നൂർ ആനന്ദതീർത്ഥ സ്മാരക ഹാളിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന കലാവിരുന്ന് പയ്യന്നൂർ നഗരസഭ മുൻ കൗൺസിലർ KV ബാബു ഉദ്ഘാടനം ചെയ്യും. ഉച്ചക്ക് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പയ്യന്നൂരിലെ പ്രശസ്ത നാടക കലാകാരനും സിനിമാ നടനുമായിരുന്ന വള്ളൂർ PK ധർമാനന്ദിന്റെ സ്മരണാർത്ഥം നൽകുന്ന നാട്യധർമ്മി പുരസ്കാരം MT അന്നൂരിന് PK ധർമാനന്ദിന്റെ മകൾ സിത്താര ധർമാനന്ദ് സമ്മാനിക്കും. സംഗീത വിദൂഷിയും തെയ്യം കലാകാരനുമായിരുന്ന CK പണിക്കർ ഭാഗവതരുടെ പേരിലുള്ള ഗായക ശ്രേഷ്ഠ പുരസ്കാരം സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസന് സംഗീതജ്ഞൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൈമാറും. ഇതോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ അടുത്ത കാലത്തായി അംഗീകാരങ്ങൾ ലഭിച്ച കലാപ്രതിഭകളെയും ആദരിക്കും. ഗുജറാത്തിലെ പയ്യന്നൂർ പെരുമയായിരുന്ന KK ഭാസ്കരൻ പയ്യന്നൂരിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകൾ പ്രശസ്ത സാമൂഹിക പ്രവർത്തക ഗീതാ പൊതുവാൾ പ്രതിഭകൾക്ക് മൊമെന്റോകൾ നൽകും. TP ഭാസ്കര പൊതുവാൾ അധ്യക്ഷത വഹിക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ഡോക്ടർ ജിനേഷ് കുമാർ എരമവും നാടക പ്രവർത്തകൻ VP രാജനും മുഖ്യാതിഥികളായിരിക്കും. മണിമാഷി എഴുതിയ വടക്കൻ നാടകവേദിയുടെ വിളക്കുമരങ്ങൾ എന്ന 700ഓളം പേജുകളുള്ള നാടക ഗ്രന്ഥം ചടങ്ങിൽ വെച്ച് പ്രശസ്ത നാടകകൃത്ത് സുരേഷ് ബാബു ശ്രീസ്ത പ്രകാശനം ചെയ്യും. നടി ഭാനുമതി പയ്യന്നൂർ പുസ്തകം ഏറ്റുവാങ്ങും. EP രാജഗോപാലൻ മാസ്റ്റർ പുസ്തകം വിശകലനം ചെയ്യും. കമ്മിറ്റി ഭാരവാഹികളായ M രാഘവൻ, KV ബാബു, വിജയകുമാർ കരിവള്ളൂർ, PV മോഹനൻ, VP രാജൻ, ഭാനുമതി പയ്യന്നൂർ, അമ്മിണി ചന്ദ്രാലയം എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ചു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.